സമയം ഏകദേശം ഉച്ചമുക്കാൽ അടുത്തിരിക്കുന്നു. സൂര്യൻ കത്തി തീജ്വാലയായി പടിഞ്ഞാറ് പനയും ചാരി അങ്ങനെ നിൽക്കുന്നു. ആ തീജ്വാലകൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഞാവൽ മരത്തിലെ പഴുത്ത കുലകളിൽ തട്ടി നമ്മളിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി സൂര്യൻ്റെ പണി ചെയ്യട്ടെ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ബഹറിലെ ഞാവൽ മരമാണ്. നല്ല പഴുത്ത കുലകളാണ് ഇതിലുള്ളത്. ചൂട് ഒരു 48-49 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ചൂട്. ഈ ചൂടിലും ഈ മരം കായ്ച്ച് നല്ല മധുരമുള്ള കായ്കളുമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു ആധുനിക തോട്ടി വെച്ചാണ് ഞങ്ങളിത് പറിക്കുന്നത്. വളരെ ടെക്നിക്കലിയാണിത്. താഴെ പോകാതെ ഞങ്ങളിത് ശേഖരിക്കുന്നത്. ഇതാണ് പഴുത്ത കുലകൾ. കുറച്ച് പ്രയാസപ്പെട്ട് തന്നെയാണ് ഇത് പറിക്കുന്നത്. നോക്കിക്കോളൂ, ഇതിൻ്റെ നല്ല മധുരമുള്ള ഞാവൽ കായകളാണ്. കിട്ടുമോ എന്നുള്ളതാണ് സംശയം. ഇപ്പോൾ കിട്ടും. ഞാവൽ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. കിട്ടി. മുകളിലത്തെ നിലയിൽ മണ്ണില്ലാത്തതുകൊണ്ട് മൂട് ഞങ്ങൾ താഴെ ഗോവക്കാരൻ്റെ വീട്ടിൽ കൊടുത്തിരിക്കുകയാണ്. കായകളും എല്ലാം പറിക്കുന്നത് ഞങ്ങളാണ്. വളവും വെള്ളവും മാത്രം അവർക്ക് നൽകാം. ഇവിടെ ഞങ്ങൾ പിന്നെയും തോട്ടി അഭ്യാസം തുടരുകയാണ്. ഒരു പെപ്സി ടിന്ന് വെട്ടിയെടുത്ത ടെക്നോളജിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ വിജയകരമായിട്ട് ആ ടെക്നോളജി ഇവിടെ പരീക്ഷിച്ച് വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കായകൾ പറിക്കുന്നുണ്ട്. ഞാവൽ കൊണ്ട് പല ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായി. ഇങ്ങനെ പഴുത്ത ഈ ഞാവൽപ്പഴങ്ങൾ ഇങ്ങനെ വായിലിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ പുളിയും ആ ഒരു ചെറിയ മധുരവും ഒരു വയലറ്റ് കളറും ചേർന്ന ആ ഒരു രുചിയുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞറിയിക്കേണ്ട രുചി തന്നെ. ഒന്ന് കഴിച്ചു നോക്കുക. നാട്ടിലെ ടേസ്റ്റല്ല ഇത്. വളരെ വ്യത്യസ്തമായ ഒരു അറേബ്യൻ ടേസ്റ്റാണ് ഈ ബഹറിലെ ഈ ഞാവൽപ്പഴത്തിനുള്ളത്. നല്ല മധുരം, നല്ല കായ്കൾ.